ഒരു കട്ടൻ ചായ. കട്ടൻ ചായ. ഈ കുട്ടപ്പൻ തട്ടുകട. ആരാണ് കുട്ടപ്പൻ? ശരി. ഞാൻ ഈ പേര് കണ്ടിട്ടാണ് പ്രധാനമായിട്ടും കയറിയത്. പിന്നെ മാത്രമല്ല ഈ നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷനിലേ ഇത് ഇവിടെ വർഷങ്ങളായിട്ടുള്ളതല്ലേ ഈ കട. ഈ ഹോസ്പിറ്റൽ ജംഗ്ഷനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കടയാണിത് അല്ലേ? ഇവിടുത്തെ ആൾ തന്നെ രണ്ടുപേരും. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോഴേ ജനറൽ ഹോസ്പിറ്റലാണ് അല്ലേ? ഇവിടെ പ്രധാനമായിട്ടും ഈ കടികൾ ആണ് പ്രധാനം അല്ലേ? എല്ലാവരും അതിനാണ് എന്താ? ശരി. അപ്പോൾ ഈ കടികൾ എന്തൊക്കെയാ ഉള്ളത്? കടികൾ എന്തൊക്കെയാ ഉള്ളത്? ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ്. ആളുകൾ ഇവിടെ വന്ന് ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ വരും. ഏത് സമയത്താണ്? വാഴ്ച വാങ്ങിച്ചു കൊണ്ടുപോകും അല്ലേ? ഏത് സമയത്താണ് ഇതിൻ്റെ ഒരു ആളുകൾ തിരക്കുന്നത്? ഏത് സമയത്താണ് ആളുകൾ തിരക്ക്? അല്ല, തിരക്ക് എപ്പോഴും കൂടുതൽ ആളുകൾ വരുന്ന സമയം 6 മണി തൊട്ടുണ്ട്. നമ്മുടെ ഈ ഇത് എത്ര വർഷമായി കാണും ഇപ്പോൾ കുട്ടപ്പൻ്റെ തട്ടുകട എന്ന് പറഞ്ഞു? 49 വർഷം. അതായത് 50 വർഷം ആകാൻ പോകുന്നു. ചേട്ടന് 50 വർഷമായിട്ട് ഇവിടെ ഉണ്ടോ? ഇങ്ങോട്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ട് 50 വർഷമായിട്ട്. ചേട്ടൻ എത്ര വർഷമായിട്ടുണ്ട്? ശരി. ഇപ്പൊ വന്നിട്ട് ഇവിടെ കുറച്ച് നാളെ സർവീസിൽ കയറിയിട്ട്. ശരി ശരി. ഇപ്പൊ ചായടി മാത്രമേ ഉള്ളൂ? ഈ കടി ഉണ്ടാക്കുന്നവരാണ് ചേട്ടനാണ്? വേറാണ്. അപ്പൊ ഇന്നത്തെ കടി ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞു. ഒരു സുഖേനി എടുത്ത് കേട്ടോ കഴിക്കും. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര്? ഇപ്പൊ ഈ കുട്ടപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഓണർ ഇപ്പൊ ഇവിടെ ഇല്ല. കുട്ടപ്പൻ എന്ന് പറയുന്നതാണ് ഓണർ. അതാണ് ഹോസ്പിറ്റലിൽ. സുഖൻ തന്നെ ഇത്. മറ്റേ അകത്ത് വയറല്ല? അല്ല, ഇനി മോദമാണ് ഞാൻ ചോദിച്ചത്. ഇതെന്താണ് സാധനം? ഇട്ടിട്ട് ഒരു ഉണ്ടായിട്ട് അത്രേ ഉള്ളൂ അല്ലേ? എനിക്ക് ഇഷ്ടം മോദകമാണ്. സുഖൻ. അപ്പൊ ഇതിന് സുഖൻ എന്നാണ് പറയുന്നത്. അത് ശരി ശരി. മതി. അപ്പോൾ പിന്നെ വാഴയ്ക്ക ഇലയുടെ ഉണ്ട്, ഐറ്റംസ് ഉണ്ട്. ഈ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമല്ലേ? പണ്ടത്തെ ഒരു പ്രൗഢി ഇല്ല. പക്ഷേ ഞാൻ ഈ നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ പോലെ പണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാണ് ഇവിടെ വരുന്ന സാധാരണക്കാരല്ലേ? അങ്ങനെ വലിയ ചെറിയ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഇപ്പോൾ ആളുകൾക്ക് മടുപ്പാ. എല്ലാവരുടെയും കാശായി. നമ്മളെ പോലുള്ള അത്തപ്പാടികൾ പോകും. അപ്പോൾ ഈ കുട്ടപ്പൻ ചേട്ടനില്ല. പുള്ളി ഉണ്ടായിരുന്ന പുള്ളിയും കൂടെ ഇപ്പോൾ വരും അല്ലേ? ഹോസ്പിറ്റലിൽ. ശരി. അപ്പോൾ അദ്ദേഹമാണ് ഇത് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് കുട്ടപ്പൻ തട്ടുകട. ഇറങ്ങി. അപ്പം ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വിളി, കൈകാട്ടി വിളി. ഇവിടെ ഭയങ്കര സംഭവം നടക്കുന്നു. കയറിയതാണ് ആ പേരും അതിൻ്റെ പ്രത്യേകതയായിട്ടൊന്ന് അറിയാമെന്ന് വരും. ഞാനിങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകും. അപ്പോൾ കാണുന്ന കണ്ടുപോലെ ഈ നെയ്യാറ്റിൻകര വരുമ്പോൾ ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നില്ല. ഞാൻ ആദ്യമായിട്ട് വരും. നെയ്യാറ്റിൻകര ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ തിരക്കും ഒക്കെ ഉള്ള ഒരു വലിയ ജംഗ്ഷനായിട്ടാണ് പണ്ട്. അപ്പം അതിൻ്റെ പ്രൗഢിയൊക്കെ കുറഞ്ഞു പോയെന്നാണ് അണ്ണൻ പറയുന്നത്. ഇവിടെ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തിരക്കില്ല. തിരക്ക് വളരെ കുറവ്. പണ്ട് നമ്മൾ കൊച്ചുനാളിലൊക്കെ തിരക്കുണ്ട്. ഇപ്പം 49 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ ചെറുപ്പത്തിൽ പയ്യനായിട്ട് ഇപ്പോൾ തുടങ്ങിയതാ.
ബംഗാടായിരുന്നു പിന്നെ അപ്പുറത്തായി അപ്പുറത്തുനിന്ന് അല്ല ആദ്യം തുടങ്ങിയത് ഇപ്പൊ എത്ര വയസ്സുള്ളപ്പോൾ തുടങ്ങി? എത്ര വയസ്സുള്ളപ്പോൾ തുടങ്ങി? 25 വയസ്സൊക്കെ ആയി. അപ്പൊ ഇപ്പൊ കുറച്ച് പ്രായമുണ്ടല്ലേ? ഇത് തന്നെയായിരുന്നു പണ്ട് മുതലേ? ഇല്ല, മാട്ടിന്റെ കൂടെയൊക്കെ ആയിരുന്നു. ആ, അവിടെ നിന്ന് മേച്ചിൽ പണിയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് നമ്മൾ അളിയന്റെ കൂടെ കടയിൽ നിന്നാണ് ഇങ്ങോട്ട് കഴിഞ്ഞത്. അപ്പൊ എന്തായാലും ഇവിടെ തുടങ്ങിയ ഈ തട്ടുകട ഈ കടിപ്പലഹാരങ്ങളുടെ ഒരു അത് പലഹാരം ഇട്ട് തുടങ്ങിയത് ഞാൻ തന്നെ ആദ്യം. നമുക്കൊരു ജോലിക്കാരുണ്ട് കാഞ്ഞോളുണ്ട്, മിടുക്കനായിരുന്നു. അവിടെ നിന്നാണ് തുടങ്ങി ഇപ്പൊ എല്ലാവരും ഇത് കണ്ടാണ് എല്ലാവരും. ഇപ്പൊ മൊത്തം എല്ലായിടത്തും പൂർണ്ണയില് വാടിക്കപ്പോ ഉഴുന്നോടെ ഉണ്ടായിരുന്നു. മോദവനും ബാക്കി കേക്ക് നെയ്യപ്പം ഇതൊക്കെ ഇട്ട് തുടങ്ങി നമ്മള്. ഇപ്പൊ എല്ലായിടത്തും തന്നെ വൈകുന്നേരം വൈകുന്നേരം ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരക്കോട് തിരക്കാം. പണ്ടത്തെ പോലെ ചായ കുടിക്കാൻ ആളില്ല. ഇപ്പൊ ചായ കുടിക്കുമ്പോ തന്നെ മധുരം വേണോ വേണ്ടെന്ന് ചോദിക്കണം അല്ലേ? എല്ലാവരും രോഗികളൊക്കെ ആയി. ചായ സ്ഥിരം കുടിപ്പാറൊക്കെ കുറവ്. പണ്ട് വെള്ളം കുടിക്കാൻ ആൾക്കാർ വരും. അപ്പൊ അങ്ങനെ ഞങ്ങള് കുട്ടപ്പൻ തട്ടുകടയെന്ന് കണ്ടു. തന്നെ നെയ്യാറ്റിൻകരയെ കുറിച്ചൊന്ന് അറിയാമെന്ന് വിചാരിച്ചു. അത് കാണാനും കേൾക്കാനും കൂടെ ഒന്ന് കയറി. നമ്മളിത് ഒരു സുഖം മാറ്റി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് സന്തോഷമാണല്ലോ. ആശുപത്രി പോകേണ്ട അവസ്ഥയൊന്നുമില്ലല്ലോ. അല്ല ഇതിനല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് മൊത്തത്തില് ആരോഗ്യം കൊണ്ടല്ലോ. നെയ്യാറ്റിൻകര വരുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ടു. അപ്പോൾ നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഒന്നും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ കയറി ഈ കുട്ടപ്പൻ ചായക്കടയിൽ കയറി ചായ കുടിച്ചു. ഇനി നമ്മളടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതൊന്ന് കഴിച്ചു കേട്ടു. അങ്ങനെ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ജനറൽ ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനാണ്. ഇവിടെ പണ്ട് ഭയങ്കര തിരക്കും ബഹളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അന്ന് മുതലേ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ പരിസരങ്ങളിൽ തന്നെ തട്ടുകട നടത്തിയിരുന്ന കുട്ടപ്പൻ തട്ടുകട. അത് ഇന്നിപ്പോൾ ഇവിടെ വലിയ ഗംഭീരമായിട്ട് കുട്ടപ്പൻ തട്ടുകട ഒരു ഹോട്ടലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എല്ലാ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട്. പ്രധാനമായിട്ട് ഇവിടുത്തെ കടിയാണ് ഇവിടുത്തെ പ്രധാനം. കടി ഐറ്റംസ് മീൻസ് സ്നാക്സ്, ഈവനിങ് സ്നാക്സ്. അങ്ങനെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി നമ്മൾ ആ കുട്ടപ്പൻ തട്ടുകടയിൽ ഒരു കട്ടൻ ചായയും കുടിച്ചു. ഇനി നമ്മളടുത്ത സ്ഥലത്തേക്ക് പോകാൻ. സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ കൂടെ വേണം. കൂടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമെങ്കിൽ നമുക്ക് നാളെ